സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. ആകെ വോട്ടർമാരുടെ 8.1% അപേക്ഷ ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ വ്യക്തമാക്കി. കേരളത്തിൽ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അപേക്ഷ നൽകിയവരുടെ പേരുൾപ്പെടുത്തി ഡിസംബർ 23 കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. തിരിച്ചു കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23 തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സമയമാണ്. ഇന്നും മധ്യരാത്രിയോട് കൂടി അത് നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവരുന്ന ഡീറ്റെയിൽസ് നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഡ്രാഫ്റ്റിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ 23-ാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ASD ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റ് മോഡിഫൈ ചെയ്യപ്പെടും. അൺകളക്റ്റബിളായി മൊത്തമുള്ളത് 24.81 ലാക്സ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്നു മുതൽ 2 മാസം പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഓൺലൈനായോ നേരിട്ടോ തിരുത്തലുകൾ വരുത്താം. നമ്മുടെ ഫൈനൽ 21-ാം തീയതി ഫെബ്രുവരി വരെ നമുക്ക് സമയമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള മിസ്റ്റേക്സ് നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻസ് വരെ നമുക്ക് എന്തായാലും സമയമുണ്ട്. അഡീഷന്, ഡിലീഷൻ, ഇങ്ങനെ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് നമുക്ക് ഏത് സമയം വേണമെങ്കിലും അത് കൊടുക്കാം. ഫെബ്രുവരി 21 പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.